കണ്ണൂർ എരഞ്ഞോളി നായനാർ റോഡിൽ ആംബുലൻസിന്റെ വഴി തടഞ്ഞ കാർ. ഹൃദയാഘാതമുണ്ടായ രോഗിയുമായി തലശ്ശേരി ആശുപത്രിയിലേക്ക് പോകുകയായിരുന്നു കാർ. ആംബുലൻസിലുണ്ടായിരുന്ന രോഗി യാത്രാമധ്യേ മരിച്ചു. മട്ടന്നൂർ സ്വദേശി റുഖിയയാണ് മരിച്ചത്. ഇന്നലെ നടന്ന സംഭവത്തിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, എന്തായിരുന്നു സംഭവം? ഇത്രയും ദൂരം ഈ കാർ ഇങ്ങനെ ആംബുലൻസിന്റെ വഴി മുടക്കിക്കൊണ്ട് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഇതിനു മുൻപും പലരും ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾക്ക് വിധേയമായിട്ടുള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കാർ ഇങ്ങനെ സഞ്ചരിച്ചത്? രോഹിണി, ഇന്നലെ വൈകിട്ട് 5:30 ഈ സംഭവം നടന്നത്. കണ്ണൂർ എരഞ്ഞോളി നായനാർ റോഡിൽ ഹൃദയാഘാതം വന്ന രോഗിയുമായി ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ആംബുലൻസ്. ഈ സമയത്താണ് മറ്റൊരു കാറുമായി ഇയാൾ ഈ ആംബുലൻസിന്റെ മാർഗതടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയത്. വാഹനത്തിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന മട്ടന്നൂർ സ്വദേശി റുഖിയ എന്ന സ്ത്രീ യാത്രാമധ്യേ മരണപ്പെടുകയും ചെയ്തു. അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ഇവരെ മട്ടന്നൂരിൽ നിന്ന് തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ കാർ യാത്രികൻ ഈ ആംബുലൻസിന് മുന്നിൽ മാർഗതടസ്സം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് 3-4 തവണ ഈ ആംബുലൻസിന് കയറി പോകാനുള്ള സൗകര്യം ഉണ്ടായിരുന്നിട്ട് കൂടി ആ വഴി ഈ കാർ ഡ്രൈവർ ബ്ലോക്ക് ചെയ്യുകയായിരുന്നു എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. സംഭവത്തിൽ ഈ മട്ടന്നൂർ സ്വദേശി റുഖിയ ഈ വഴിമധ്യേ ആംബുലൻസിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സംഭവത്തിന്റെ ഈ ആംബുലൻസിന്റെ ഡാഷ്ബോർഡിൽ ഘടിപ്പിച്ച ക്യാമറയിൽ നിന്നാണ് ഈ ഒരു ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ആംബുലൻസിന്റെ ഡ്രൈവറായ ശരത് കൊതേരി ഇപ്പോൾ മട്ടന്നൂർ എൻഫോഴ്സ്മെന്റ് ആർടിഐക്കും അതുപോലെ തന്നെ കതിരൂർ പോലീസിലും പരാതി നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. രോഹിണി, ശരി മിഥുൻ, അതോടൊപ്പം ഇത് കാറിന്റെ ഉടമ, ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. തുടർ നടപടികൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമല്ലോ, അല്ലേ? തീർച്ചയായും ഇത് കതിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഒരു സംഭവം നടന്നത്. അതുകൊണ്ട് തന്നെ ആംബുലൻസ് ഡ്രൈവർ ഇന്ന് ഉടനെ തന്നെ കതിരൂർ പോലീസിൽ പരാതി നൽകുമെന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, RTO ആണ് ഇതിലൊരു നടപടികൾ സ്വീകരിക്കേണ്ടത്. ഇവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് അടക്കം റദ്ദ് ചെയ്യുന്ന നടപടികളിലേക്ക് ഇപ്പം സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ മട്ടന്നൂർ എൻഫോഴ്സ്മെന്റ് RTOയ്ക്കും ആംബുലൻസ് ഡ്രൈവറിന് പരാതി നൽകുന്നുണ്ട്. അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു കാറിന്റെ ഡ്രൈവർ ആംബുലൻസിന്റെ യാത്രാ തടസ്സം ഉണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയത്. ഈ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വലിയ വിമർശനങ്ങളും ഈ കാറിന്റെ ഡ്രൈവർക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഇയാൾക്കെതിരെ ശക്തമായ നടപടി തന്നെ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. രോഹിണി, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.